കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇത്തവണ സിപിഎം സ്ഥാനാർത്ഥിയായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ.ആർ. ജയാനന്ദയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചേക്കും. ജയാനന്ദയാണെങ്കിൽ ശക്തമായൊരു ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. എഴുത്തുകാരനും തുളു അക്കാദമി ചെയർമാനും കൂടിയാണ് ജയാനന്ദ. ഷാനവാസ് പാടൂരിന്റെ പേരാണ് ആദ്യം ഉയർന്നുകേട്ടിരുന്നത്. ബിജെപിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രനായിരിക്കും മഞ്ചേശ്വരത്തെ ബിജെപി സ്ഥാനാർത്ഥി. ഷാനവാസിനെ മത്സരിപ്പിച്ചാൽ ഹിന്ദു വോട്ടുകൾ ഒരു പക്ഷത്തേക്ക് ചാഞ്ഞാൽ ബിജെപിയുടെ ജയം ഉറപ്പാകും. യുഡിഎഫിൽ ലീഗിനാണ് സീറ്റ്. ആ നിലയ്ക്ക് ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോകുമ്പോൾ സുരേന്ദ്രന് ഈസിയായി ജയിക്കാൻ പറ്റും. ഇങ്ങനെയൊരു വിമർശനം വന്നതോടെയാണ് ജയാനന്ദയെ മത്സരിപ്പിക്കുന്നതിലേക്ക് സിപിഎം തീരുമാനം മാറിയത്. നിലവിൽ ലീഗിലെ എ.കെ.എം. അഷ്റഫാണ് സിറ്റിംഗ് എം.എൽ.എ. ഇത്തവണയും അഷ്റഫ് തന്നെ സ്ഥാനാർത്ഥിയായേക്കും. കഴിഞ്ഞ തവണ വെറും 855 വോട്ടുകൾക്കാണ് സുരേന്ദ്രൻ അഷ്റഫിനോട് പരാജയപ്പെട്ടത്. സിപിഎമ്മിലെ വി രമേശൻ വളരെ പിന്നിലായി 3ാം സ്ഥാനത്തേക്ക് പോയി. 2019 ഉപതെരഞ്ഞെടുപ്പിലും 2016 തെരഞ്ഞെടുപ്പിലും 2011 തെരഞ്ഞെടുപ്പിലുമെല്ലാം സിപിഎം 3ാമതാണ്. എല്ലാ തവണയും ലീഗാണ് ജയിക്കുന്നത്. 2006 സിപിഎമ്മിലെ സി.എച്ച്. കുഞ്ഞമ്പു ജയിച്ചതിനുശേഷം നാളിതുവരെ സിപിഎമ്മിന് 2ാം സ്ഥാനത്ത് പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല.